നിങ്ങളുടെ കയ്യിൽ ഒരു റൗണ്ട് ബ്രഷ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് മാത്രം കൊണ്ട് ഈ പെയിന്റിങ് മൊത്തം ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ വീഡിയോ മൊത്തത്തിൽ കാണുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു ഡാർക്ക് ബ്ലൂ, പിന്നെ ഒരു സ്കൈ ബ്ലൂ, പിന്നെ ഒരു ഡാർക്ക് ഗ്രീന് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പഞ്ചൊക്കെ യൂസ് ചെയ്യാം. ബ്ലൂ കൂടുതലും ഗ്രീന് കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫൈനലി നമുക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് മൂൺ വരയ്ക്കാം. അപ്പം ഞാൻ മൂൺ വരയ്ക്കാനായിട്ട് അക്രിലിക് ബോട്ടിലിൻ്റെ ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആദ്യം വൈറ്റ് കളർ ഫുൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം മൂണിന് ഒരു ടെക്സ്ചർ പോലെയൊക്കെ തോന്നിക്കാനായിട്ട് ഗ്രേ കളർ യൂസ് ചെയ്യാം. ഗ്രേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വൈറ്റിൽ ഒരു പൊടിക്ക് ബ്ലാക്ക് ചേർത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. പെൻസിലുണ്ടല്ലോ, പെയിൻറ് ഉണങ്ങിയതിന് ശേഷം പെൻസിൽ വെച്ചിട്ടാണെങ്കിലും ജസ്റ്റ് അതിലൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ മൂന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മരം വരച്ചു കൊടുക്കാം. അപ്പം മരം നമ്മളൊരു ബ്ലാക്ക് വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ബ്രാഞ്ചസും കൂടി എല്ലാം വരച്ചു കൊടുക്കാം. ഇനി മരത്തിൻ്റെ ബ്രാഞ്ചസിൽ ലൈറ്റ് ഷെയ്ഡ് വീഴുന്നവിടെയൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രേ കളർ കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലവേഴ്സ് വരക്കാം. അത് ഞാനൊരു മജന്ത കളർ ഉണ്ടല്ലോ, അതിൽ കുറച്ച് വൈറ്റ് ചേർത്തിട്ട് ആണ് ഫസ്റ്റ് ലെയർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. ഈ ഷെയ്ഡ് തന്നെ കുറച്ചും കൂടി ലൈറ്റ് ആക്കിയിട്ട് കൊടുക്കാം. കുറച്ച് പിങ്ക് കളറാക്കിയിട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് വൈറ്റ് കൂടുതൽ ചേർത്തിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. ലീഫിന് നമ്മൾ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും യെല്ലോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് ഗ്രീനായി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ചെറുതായിട്ട് ലൈറ്റ് വീഴുന്ന ഭാഗത്തൊക്കെ ചെറുതായിട്ടൊരു ലൈറ്റ് ഗ്രീനും കൂടി യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട്. അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ഒരു റൗണ്ട് ബ്രഷ് വെച്ചിട്ടാണ് മൊത്തം നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നത് കേട്ടോ. പൂവിൻ്റെ നടുക്ക് ഭാഗത്ത് ഒരു മഞ്ഞ കളറിൽ വരുന്നുണ്ട്. അപ്പം അതും കൂടി ലൈൻസ് പോലെ വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ അക്രിലിക് പെയിൻറ്റിങ് ആണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.